പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദ വിക്രത്തെ ആ മുറിയിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ശ്രീകാന്ത് എങ്ങനെയൊക്കെയോ മണത്തറിയും. ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ സംശയിച്ചതെല്ലാം ശരിയാണ്. വിക്രം വേദയുടെ മുറിയിൽ തന്നെയുണ്ട്. ഇത് കേട്ട് ഞെട്ടിയ ചന്ദ്രശേഖരൻ, നീ അവനെ നേരിട്ട് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് മറുപടി പറഞ്ഞു, അച്ഛാ, എന്റെ ടീഷർട്ട് കാണാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വർഷയോട് ചോദിച്ചു. അവൾക്കറിയില്ലെന്നാ പറഞ്ഞത്. അപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചു. അലക്കിയിട്ടിരിക്കുന്ന തുണികൾ എടുക്കാൻ വേദിയുടെ മുറിയിലേക്ക് നോക്കിയപ്പോൾ വാതിലിനുള്ളിൽ നിന്ന് പൂട്ടിയിരിക്കുകയാണ്. അകത്താരോ ഉള്ളതുപോലെ സംസാരം കേൾക്കാം. അത് വിക്രമിന്റെ ശബ്ദം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണച്ചാ. ചന്ദ്രശേഖരൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, എന്നാ പിന്നെ നീ ഒട്ടും വൈകിപ്പിക്കേണ്ട, അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. ഇപ്പൊ തന്നെ നീ സാബു എസ്ഐനെ വിളിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറ. സാബു ഉടനെ തന്നെ പോലീസുകാരെ അങ്ങോട്ടേക്ക് വിട്ടു. വീട് മൊത്തം അരിച്ചു പെറുക്കുകയാണ്. ആ സമയം വിക്രം വേദയോട് പറയുന്നുണ്ട്, വേദ, നിന്റെ ഏട്ടനെല്ലാം മനസ്സിലായി തോന്നുന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫല്ല. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയും. വരുണിനെ കൊന്ന യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതുവരെ ഞാൻ ആർക്കും പിടികൊടുക്കില്ല. എല്ലാം തെളിയിച്ച് ഞാൻ തിരിച്ചു വരും. അന്ന് നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. വേദ പേടിയോടുകൂടി തന്നെ ചോദിക്കുന്നുണ്ട്, വിക്രം, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്നോടെങ്കിലും ഒന്ന് പറയൂ എന്ന് പറയും. അപ്പോഴേക്കും പോലീസിന്റെ വണ്ടി വരുന്നത് ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് തന്നെ വിക്രം പെട്ടെന്ന് വെന്റിലേഷൻ വഴി അങ്ങ് പുറത്തേക്ക് ചാടി. പോലീസ് അവിടെയെല്ലാം തന്നെ തപ്പി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കിട്ടാതെ തിരിച്ചു പോവാണ്. വിക്രം സുരക്ഷിതനായി രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ വേദ ഭഗവാനോട് നന്ദി പറഞ്ഞു. ശ്രീകാന്തിന്റെ ചതികൾ ഓരോന്നോരോന്നായി മനസ്സിലാക്കിയ വേദയ്ക്ക് അവനോട് കടുത്ത ദേഷ്യം തോന്നിയിരുന്നു. അവനെയും ചന്ദ്രശേഖരനെയും എങ്ങനെയെങ്കിലും നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഇതേ സമയം വിക്രം ആരും കാണാതെ സ്വന്തം വീട്ടിലേക്കെത്തി അച്ഛനെയും അമ്മയെയും കണ്ടു. ജനലിൽ മുട്ടി വിളിക്കുമ്പോൾ കമലമ്മ വന്നു നോക്കിയപ്പോൾ വിക്രമിനെ കണ്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. എടാ മോനെ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കമലമ്മക്ക് ഭയങ്കര വിഷമമായിരിക്കും. വിക്രം പറയുന്നുണ്ട്, അമ്മേ, ഞാൻ വന്നത് ആരും അറിയരുത്. വാസവൻ എന്റെ പിന്നാലെ തന്നെയുണ്ട്. ആ വരുണിന്റെ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇനി ഇങ്ങോട്ടേക്ക് തിരികെ വരുള്ളൂ. നിങ്ങൾ ആരും പേടിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ജീപ്പിൽ സാബുവും പുളിക്കനും പോകുന്നത് കണ്ടു. അവർ തമ്മിലുള്ള ബന്ധം വിക്രമിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. സാബു പുളിക്കനെ അവന്റെ വീട്ടിലേക്കാക്കി പോയതോടുകൂടി തന്നെ വിക്രം പുളിക്കനെ വളഞ്ഞു. പുളിക്കൻ പേടിച്ച് നിലവിളിച്ചതും നാട്ടുകാരെല്ലാം ഓടിക്കൂടി. ആ തക്കത്തിന് വിക്രം അവിടെ നിന്നും മാറി. പുളിക്കൻ ആകെ വിരണ്ട് ഭാര്യയോട് പറയുന്നുണ്ട്, എന്നെ തിരക്കി ആര് വന്നാലും അറിയില്ല എന്ന് തന്നെ പറഞ്ഞേക്കണമെന്ന്. എനിക്ക് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പുളിക്കൻ ശ്രീകാന്തിനെ ഫോണിൽ വിളിച്ച് പണം ചോദിക്കുമ്പോൾ അവൻ ഭീഷണിപ്പെടുത്താണ് ചെയ്തത്. മിണ്ടിയാൽ നിന്നെ കൊന്നുകളയുമെന്ന് ശ്രീകാന്ത് തറപ്പിച്ചു പറഞ്ഞു. ശ്രീകാന്ത് അച്ഛനോട് വിക്രം ഒളിവിലാണ് എന്നും വാസവന്റെ കയ്യിൽ അവൻ കിട്ടണമെന്നും പ്ലാൻ ചെയ്തു. ഇതെല്ലാം മറഞ്ഞു നിന്നതിനെ ദർശൻ കേൾക്കുന്നുണ്ടായിരുന്നു. ദർശൻ ഉടനെ വേദയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. വരുണിനെ കൊന്നത് അച്ഛനും ശ്രീയേട്ടനും ഏർപ്പാടാക്കിയ ആളാണ് എന്ന് കേട്ടപ്പോൾ വേദ ആകെ സ്തംഭിച്ചു പോവാണ്. ദർശൻ ചന്ദ്രശേഖരന്റെ ഫോണിലെ വോയിസ് മെസ്സേജുകളും തെളിവുകളും രഹസ്യമായി തന്നെ വേദക്ക് സെൻഡ് ചെയ്തു കൊടുത്തു. ആ വോയിസ് കേട്ടപ്പോൾ വേദക്ക് കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയറായി. വരുണിനെ കുത്തിയത് സാബു എസ് ആണെന്ന് അവൾ ഞെട്ടലോടെ തന്നെ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ വിക്രം സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി തന്നെ പുളിക്കനെ പൂട്ടി സത്യം പറയിപ്പിക്കുന്നു. മക്കളുടെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ പുളിക്കൻ എല്ലാ സത്യങ്ങളും ഏറ്റുപറഞ്ഞു. ശ്രീകാന്താണ് തന്നെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതെന്നും അവൻ വെളിപ്പെടുത്തി. വിക്രം അവനെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് സാബുവിനെ പൊക്കി. സാബുവിനെ വിക്രം ശരിക്കങ്ങിട്ട് പെരുമാറുന്നുണ്ട്. അവസാനം സാബുവും സത്യം വിളിച്ചു പറഞ്ഞു. ആ രാത്രി തന്നെ വിക്രമും പോലീസും ശ്രീകാന്തിന്റെ വീട്ടിലേക്കെത്തി. വണ്ടി വന്നത് കണ്ട് എല്ലാവരും താഴേക്ക് വന്നു. വിക്രമിനെ കണ്ടപ്പോൾ ശ്രീകാന്ത് അങ്ങ് തുള്ളിച്ചാടുകയാണ്. എന്നാൽ വിക്രം ശാന്തനായി പറഞ്ഞു, എടാ, നിന്നെ കൊണ്ടുപോവാനാണ് പോലീസ് വന്നിരിക്കുന്നത്. വരുണിനെ കൊന്നിരിക്കുന്നത് സാബു എസ് ആണ് എന്നും അതൊക്കെ നിന്റെ കൊട്ടേഷനാണെന്നും പോലീസ് വെളിപ്പെടുത്തി. വേദ തന്റെ കൈവശമുള്ള വോയിസ് റെക്കോർഡിംഗ്സ് എല്ലാം തന്നെ ശങ്കരനാരായണനെ കേൾപ്പിച്ചു. എല്ലാം കേട്ടുനിന്ന് ശങ്കരനാരായണൻ ഇതൊട്ടും തന്നെ വിശ്വസിക്കാനാവാതെ അങ്ങ് പൊട്ടിക്കരയാണ്. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എടാ ശ്രീകാന്തേ, നീ ഇനി എന്റെ മകനല്ല എന്ന് പറഞ്ഞ് അയാൾ ശ്രീകാന്തിനെ പോലീസിനെ അങ്ങ് വിട്ടുകൊടുത്തു. സുധാകര മാഷിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് വേദയെ ഇവിടെ എത്തിച്ചത് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ശങ്കരൻ വിക്രമിനോടായി പറയുന്നുണ്ട്, നീ ഇവളെ കൊണ്ടുപോയിക്കോ വിക്രം, നിന്റെ കൂടെ ഇവൾ എന്നും സുരക്ഷിതമായിരിക്കും. വേദയും വിക്രവും അങ്ങനെ ഒരുമിച്ച് അവിടെ നിന്നും യാത്രയാവുകയാണ്. ഇതേ സമയത്ത് തന്നെ വാസവൻ വിക്രം നിരപരാധിയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ചതിച്ചത് ശ്രീകാന്താണെന്നും തിരിച്ചറിയുന്നുണ്ട്. തന്റെ മകനെ കൊന്ന യഥാർത്ഥ പ്രതികളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വാസവൻ ആകെ ഭ്രാന്തി പിടിച്ച് അവസ്ഥയിൽ ഇങ്ങനെ അലറുകയായിരിക്കും. ശ്രീകാന്തിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചയച്ച് കയറ്റുമ്പോൾ അലറി വിളിച്ചുകൊണ്ട് തന്നെ വാസവൻ തന്റെ ഗുണ്ടകളുമായി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. മകന്റെ ഘാതകനെ സ്വന്തം കൈകൾ കൊണ്ട് തീർക്കണമെന്ന വാശിയിലായിരുന്നു വാസവൻ. എന്റെ മോനെ കൊന്നവനെ എനിക്ക് വിട്ടു തന്നേ പറ്റൂ സാറേ എന്ന് പറഞ്ഞ് വാസവൻ പാഞ്ഞെടുത്തപ്പോൾ വിക്രം തടസ്സമായി മുന്നിൽ വന്നു നിന്നു. വാസവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ വിക്രം പറഞ്ഞു, വാസവൻ സാറെ, പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ മകൻ വരുൺ തിരിച്ചു വരത്തില്ല.
പക്ഷേ സത്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടത് രക്തമാണെങ്കിൽ അത് നിയമം നൽകിക്കോളും. ഇപ്പോ നിങ്ങൾ അയാളെ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കും ജയിലിൽ പോവേണ്ടി വരും. അതുകൊണ്ട് വരുണിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ വേണ്ടത് എന്നും പറയാണ് വിക്രം. വിക്രത്തിന്റെ വാക്കുകളിലെ സത്യം വാസവനെ അങ്ങ് തളർത്തി കളഞ്ഞു. അയാൾ അവിടെ തന്നെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അങ്ങ് പൊട്ടിക്കരയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വേദയും വിക്രമും തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു. വിക്രമിന്റെ അച്ഛനെ സുരക്ഷിതമാക്കാൻ ദർശനും കൂടി സഹായിച്ചു. പഴയ കൈപ്പേറിയ ഓർമ്മകൾ മായ്ച്ചു കളയാൻ വിക്രം വേദയും കൂട്ടിക്കൊണ്ട് തന്നെ വരുണിന്റെ ശവകുടീരത്തിലെത്തി ഒരു പൂച്ചെണ്ട് വെച്ചു. അവിടെ വെച്ച് വിക്രം വേദയോട് പറഞ്ഞു, വേദ, ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കെല്ലാം ഇപ്പോൾ ഒരു പുതിയ പുലരി വന്നിരിക്കുകയാണ്. ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്. ശങ്കരനാരായണൻ മകന്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നോണം വിക്രമിന്റെ വീട്ടിലേക്കെത്തി എല്ലാവരോടും മാപ്പ് ചോദിച്ചു. കമലമ്മയും മാഷും സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. കുടുംബങ്ങൾ തമ്മിലുള്ള പകയെല്ലാം അവസാനിച്ചു. ചന്ദ്രശേഖരനും ശ്രീകാന്തും തങ്ങളുടെ തെറ്റുകൾക്ക് അർഹമായ തന്നെ ശിക്ഷ കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദർശൻ വിക്രമിന്റെ ഉറ്റ സുഹൃത്തായി മാറി. എല്ലാവരും ഒത്തുചേർന്ന ആ ഒരു മനോഹരമായ ചടങ്ങിൽ വെച്ച് വിക്രം വേദിയുടെ കഴുത്തിൽ ഒന്നുകൂടി താലി ചാർത്തുകയായിരുന്നു. ഈ പ്രാവശ്യം ഭീഷണികൾക്ക് വഴങ്ങിയിട്ടല്ല, മറിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ ഒരു ബന്ധം. പവിത്രം എന്ന പേര് പോലെ തന്നെ ശുദ്ധമായ ഒരു ജീവിതം അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. അങ്ങനെ വിക്രമും വേദയും എല്ലാ അർത്ഥത്തിലും ഭാര്യാഭർത്താക്കന്മാരായി ഒന്നിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡുകൾ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.